എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററിലെ ഇൻഡിക്കേറ്റേഴ്സിനുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ ലെറ്റേഴ്സ് അസസ് പാർട്ടിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ, ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 81ലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആദ്യം പറയുന്നത്. സ്കിൻ ആൻഡ് ഡിഫൻസ് ആണ് ചോദിക്കുന്നത്. സ്കിൻ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ജേംസ് ഒന്നും നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് കടക്കാതെ തടഞ്ഞു നിർത്താൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ സ്കിന്ന് സഹായിക്കുന്നുണ്ട്. മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഡിഫൻസ്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നതും ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് തന്നെയാണ്. പാത്തജൻസ് നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാക്കുന്ന മ്യൂക്കസിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. പാർട്ട് ഓഫ് ദ ബോഡിയും സെക്രീഷനും ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയറിൽ ഉണ്ടാവുന്നത് ഏതാണ്? ഇയർ വാക്സ് ആണ് അല്ലെ. പിന്നെ ലൈസോസം ഇൻ സലൈവ പറയുന്നുണ്ട്. അത് എവിടെ നിന്നാണ്? മൗത്തിലാണ് ഉണ്ടാവുന്നത്. ദെൻ ലൈസോസം ഇൻ ടിയേഴ്സ്. ടിയേഴ്സ് എവിടെയാണ്? അയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെ. ദെൻ HCl കാണുന്നത് സ്റ്റൊമക്കിലാണ്. ഓക്കെ, നമുക്കറിയാം നമ്മളെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ ഈ പാത്തജൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് മെക്കാനിസംസ് ഉണ്ട്. അതിന്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. The advantage of dilation of capillaries at the wound site. ഇത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. 83ൽ വരുന്നതാണ്. ഈ കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുന്നത് എന്തിനാ സഹായിക്കുന്നത്? അവിടത്തേക്ക് ഒരുപാട് ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. റോൾ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ ദി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിന്റെ റോളാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ ഡാമേജ്ഡ് സൈഡിലേക്ക് ഒരുപാട് ബ്ലഡ് എത്തുകയും ആ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ഈ ഡാമേജ്ഡ് പാർട്ടിലേക്ക് ബ്ലഡിന്റെ പ്ലാസ്മയും അതുപോലെ തന്നെ ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും ഒക്കെ എത്തുന്നുണ്ട് അല്ലെ. ഈ ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും എന്ത് ചെയ്യുന്നു? ജേംസിനെ അല്ലെങ്കിൽ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്നു. അപ്പൊ വൈറ്റ് ബ്ലഡ് സെല്ലുകളായിട്ടുള്ള ന്യൂട്രോഫിൽസും മോണോസൈറ്റുകളും ആണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ സമയത്ത് ഈ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത്. എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്നത്. Then inflammatory response and defense. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലേക്ക് മുറിവുകളിലൂടെയൊക്കെ വരുന്ന പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെക്കാനിസം ആണ് അല്ലെ, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ദെൻ ബ്ലഡ് ആൻഡ് ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം ഈ ഒരു ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് ഡിഫറെന്റ് രീതിയിൽ നമ്മളുടെ ആ ബോഡിയുടെ ഡിഫൻസിന് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒന്ന് ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നത്, അതുപോലെ തന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ വൂണ്ട് ഹീലിംഗ് ഒക്കെ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ് അല്ലെ. പിന്നെ ബ്ലഡ് ക്ലോട്ടിംഗ്, അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഇതൊക്കെ ബ്ലഡ് ഇൻവോൾവ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസംസ് ആണ്. പേജ് നമ്പർ 90ലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇമ്മ്യൂണൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് വാക്സിനേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ബോഡി പെർട്ടിക്കുലർ പാത്തജൻസ് വരികയാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ റെഡി ആവുകയാണ് അല്ലെ. ഈ ഇമ്മ്യൂണൈസേഷൻ ഓർ വാക്സിനേഷനിൽ അതാണ് സംഭവിക്കുന്നത്. ആർട്ടിഫിഷ്യലി നമ്മൾ നമ്മളുടെ ബോഡിയെ ഒരു പെർട്ടിക്കുലർ പാത്തജന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പൊ ഇവിടെ വാക്സിൻസ് എന്ന് പറയുന്നത് ആന്റിജനുകളായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ആന്റിജൻസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു പെർട്ടിക്കുലർ ആന്റിജനെതിരെയുള്ള ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ. ഈ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു രോഗത്തിന് കാരണമായിട്ടുള്ള ശരിക്കുമുള്ള പാത്തജൻ വരികയാണെങ്കിൽ നമ്മളുടെ ബോഡി പെട്ടെന്ന് തന്നെ അതിനെ നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ വാക്സിനേഷന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളുടെ ബോഡിയെ റെഡിയാക്കി നിർത്തുകയാണ്. ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗാണുവിനെ നശിപ്പിക്കാൻ നമ്മളുടെ ബോഡിയെ റെഡിയാക്കി നിർത്തുകയാണ് വാക്സിനേഷനിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ആ വാക്സിൻ എന്ന് പറയുന്നത് ഹാംഫുൾ അല്ല, നമ്മളുടെ ബോഡിക്ക് ഹാംഫുൾ അല്ല. അത് ആന്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. കമ്പണൻസ് ഓഫ് വാക്സിൻസ് ആണ് അടുത്തത് ചോദിക്കുന്നത്. അലൈവ് ഓർ ഡെഡ് ഓർ ന്യൂട്രലൈസ്ഡ് ജേംസ്
വാക്സിൻസിൽ ഉണ്ടാവാം. അതായത് ഓരോ വാക്സിൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ വരുന്ന കമ്പണന്റ് വേറെ വേറെ ആയിരിക്കും. ചില വാക്സിൻസിൽ അലൈവ് ജേംസ് തന്നെയായിരിക്കും ഈ കമ്പണന്റ് എന്ന് പറയുന്നത്. പക്ഷേ അവയ്ക്ക് അത്രത്തോളം ഹാർംഫുൾനെസ് ഉണ്ടാവുകയില്ല. അതായത് നമ്മുടെ ബോഡിക്കകത്ത് അത് പ്രത്യേകിച്ച് ഡിസീസ് ഒന്നും കോസ് ചെയ്യില്ല. പക്ഷെ അലൈവ് ഫോം ആയിരിക്കും, വീക്കെൻഡ് ഫോം ആയിരിക്കും, വീക്കെൻഡ് ഫോമിലായിരിക്കും ഈ ഒരു ജേം ഉണ്ടാവുക. ഇനി അല്ലെങ്കിൽ ജേമിന്റെ തന്നെ ഡെഡ് വേർഷൻ, ഡെഡ് ഫോം നമ്മൾ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ജേംസും വാക്സിൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ജേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ്, ആ ടോക്സിൻസ് ന്യൂട്രലൈസ്ഡ് ആയിരിക്കും. ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ടോക്സിൻസോ അല്ലെങ്കിൽ പാത്തജൻസിന്റെ ഏതെങ്കിലും സെല്ലുലാർ പാർട്സോ ഒക്കെ ഇത്തരത്തിൽ കമ്പണൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കമ്പണൻസ് നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിന് എന്തിനുള്ള കഴിവുണ്ടാവും? നമ്മളുടെ ഡിഫൻസ് മെക്കാനിസത്തെ ട്രിഗർ ചെയ്യാനും ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനും ഉള്ള കഴിവുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അലൈവോ ഡെഡോ ന്യൂട്രലൈസ്ഡോ ആയിട്ടുള്ള ജേംസ് ഇതിലേതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ജേമിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആയിക്കോട്ടെ, സെല്ലുലാർ പാർട്ട് ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനെതിരെയുള്ള ആന്റിബോഡീസ് നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ആന്റിജൻസ് ആൻഡ് ആന്റിബോഡീസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ ഇമ്മ്യൂണൈസേഷന്റെ കാര്യമാണ്, അതായത് വാക്സിൻസിന്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആന്റിജൻസ് എന്താണെന്നും ആന്റിബോഡികൾ എന്താണ് എന്നും ഉള്ളത് എഴുതാം. അപ്പോൾ അത് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം. എന്താണ് ആന്റിജൻ എന്നും എന്താണ് ആന്റിബോഡി എന്നും നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോ ആന്റിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്നും വരുന്ന പാർട്ടിക്കിൾസ് ആണ്. ഫോറിൻ ബോഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റിജൻസ് എന്ന് വിളിക്കുന്നത്. ഈ ആന്റിജൻസിന് എന്തിനുള്ള കഴിവുണ്ട്? നമ്മളുടെ ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോ ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്ന പാത്തജൻസ് ഓർ ഫോറിൻ ബോഡീസ് ആണ്, ഈ രോഗാണുക്കളാണ് ആന്റിജൻസ് എന്ന് പറയുന്നത്. ഇനി ആന്റിബോഡികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിബോഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ശരീരം ഈ വരുന്ന ആന്റിജനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. ഈ ആന്റിജനുകൾക്കെതിരെ ആക്ട് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ഇവിടെ ഇമ്മ്യൂണൈസേഷൻ ഓർ വാക്സിനേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ വാക്സിൻസ് ആണ് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ആന്റിജനെതിരെ നമ്മളുടെ ബോഡി ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ആന്റിബോഡികൾ നമ്മളുടെ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടുകയും പിന്നീട് എപ്പോഴെങ്കിലും ഈ വാക്സിൻ നമ്മൾ ഒരു പെർട്ടിക്കുലർ രോഗത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ കുത്തിവെക്കുന്നത്. ആ രോഗത്തിന് കാരണമായിട്ടുള്ള പാത്തജൻ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആന്റിബോഡികൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ അതിനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വാക്സിൻസ് എന്താണ് ചെയ്യുന്നത്? അവ ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ആന്റിജനെതിരെ നമ്മളുടെ ബോഡി ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും ഈ നിലനിൽക്കുന്ന ആന്റിബോഡി പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കിനി ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാം. വാക്സിൻസും ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ വാക്സിൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. BCG എന്ന് പറയുന്നത് ട്യൂബർകുലോസിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിൻ ആണ്. ബാസിലസ് കാൽമെറ്റെ ഗോറിൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇനി അടുത്തത് OPV, ഓറൽ പോളിയോ വാക്സിൻ ആണ്. OPV അത് പോളിയോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന വാക്സിൻ ആണ്. ഓറൽ ആണ്, അതായത് വായിലൂടെയാണ് നൽകുന്നത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ തുള്ളിമരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഓറൽ ആണ്, വായിലൂടെ നൽകുന്നതാണ്. ദെൻ പെന്റാവാലന്റ് എന്ന ആ പേരിൽ തന്നെ ഉണ്ട്. അത് 5 രോഗങ്ങൾക്കെതിരെ എടുക്കുന്നതാണ്. ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് B. ഈ 5 രോഗങ്ങൾക്ക് എതിരായിട്ട് എടുക്കുന്ന വാക്സിൻ ആണ് പെന്റാവാലന്റ്. ഇനി MMR എന്ന് പറയുന്നത് മീസിൽസ്, മംസ് ആൻഡ് റുബല്ല അതാണ് സൂചിപ്പിക്കുന്നത്. മീസിൽസ്, മംസ് ആൻഡ് റുബല്ല ഈ 3 രോഗങ്ങൾക്ക് എതിരെ എടുക്കുന്ന വാക്സിൻ ആണ് MMR. ദെൻ TT നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്സിന്റെ നെയിം ആയിരിക്കും അല്ലെ. TT എന്ന് പറയുന്നത് ടെറ്റനസ് ടോക്സോയിഡ് ആണ്, അതായത് ടെറ്റനസിന് എതിരായിട്ട് എടുക്കുന്ന വാക്സിൻ ആണ്. ഇവിടെ കുറച്ച് എക്യുപ്മെന്റ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ പേര് എഴുതാൻ പറയുന്നുണ്ട്. ഇതെന്താണ്? സ്റ്റെതോസ്കോപ്പ് ആണ് അല്ലെ. ഇത് തെർമോമീറ്റർ ആണ്. ഇപ്പോഴൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ.
നമ്മളിപ്പോ എസ്പെഷ്യലി ഈ ഒരു കണ്ടീഷനിൽ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തെർമോമീറ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ളത് ആണ് ഇപ്പൊ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ ഇതെന്താണ്? സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. എന്തിനാണ് സഹായിക്കുന്നത്? BP അളക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇപ്പൊ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് എന്തിനാണ്? നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കാനായിട്ട്. തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അളക്കാന്, സ്ഫിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത് BP അളക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാം. ഈ ടേബിളിൽ എന്താണ് ചോദിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, എസ്പെഷ്യലി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ചെന്ന് കഴിയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഓർ സ്പെഷ്യലൈസേഷൻസ് കാണാനായിട്ട് സാധിക്കും അല്ലെ. ആ ഓരോ സ്പെഷ്യലൈസേഷനിലും ഓരോ ഭാഗങ്ങളായിരിക്കും ചികിത്സിക്കുന്നുണ്ടാവുക. ഇപ്പൊ കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിനെ ചികിത്സിക്കുന്ന, ഹാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെയാണ് നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് അല്ലെ. ഇനി ട്രീറ്റ്മെന്റ് ഓഫ് ഐ ആണെങ്കിൽ ഓഫ്താൽമോളജി ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓഫ്താൽമോളജി എന്നാണ് പറയുന്നത്. ദെൻ ന്യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റുകൾക്കൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്, ക്യാൻസർ എന്ന് പറയുന്നത് ഓങ്കോളജി ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓങ്കോളജി എന്നാണ് പറയുന്നത്. ENT എന്ന് പറയുന്നത് ഇയർ, നോസ്, ത്രോട്ട്, ഈ 3 ഭാഗങ്ങൾ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ പേജ് നമ്പർ 94 ആന്റിജൻസ് ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ഓരോ ബ്ലഡ് ഗ്രൂപ്പും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിജൻ നോക്കിയിട്ടാണ് അല്ലെ. ആന്റിജൻ A കാണപ്പെടുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. ആന്റിജൻ B ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. AB ആണെങ്കിലോ അവിടെ 2 ആന്റിജൻസ് കാണുന്നുണ്ടാവും. ഇനി O എന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ആന്റിജൻസ് ഒന്നും കാണുന്നില്ല. ആന്റിബോഡീസ് ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് ചോദിക്കുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ അവിടെ ആന്റിബോഡി B ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ബ്ലഡ് ഗ്രൂപ്പ് B യില് ആന്റിബോഡി A പ്രസന്റ് ആയിരിക്കുന്നു. O എന്ന ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആന്റിബോഡീസ് Aയും Bയും കാണുന്നുണ്ട്. എന്നാൽ AB എന്ന ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ആന്റിബോഡികളൊന്നും കാണുന്നില്ല. ദെൻ RH ഫാക്ടർ എന്താണ് ചോദിക്കുന്നുണ്ട്. ആന്റിജൻ A B കൂടാതെ മറ്റൊരു ആന്റിജൻ കൂടി നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ D അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് വിളിക്കുന്നു. ആന്റിജൻ D ഓർ RH ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകളാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു RH ഫാക്ടർ കാണുന്നില്ല. അപ്പൊ എല്ലാ വ്യക്തികളിലും എന്ത് കാണുന്നില്ല? RH ഫാക്ടർ കാണുന്നില്ല. ചിലരിൽ RH ഫാക്ടർ കാണുന്നു, ചിലരിൽ അത് കാണപ്പെടുന്നില്ല. അപ്പൊ ഈ RH എന്ന് പറയുന്ന ഒരു ആന്റിജൻ തന്നെയാണ്. A B കൂടാതെ ചിലരിൽ കാണപ്പെടുന്ന ഒരു ആന്റിജൻ ആണ് ഈ RH ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ ഫിൽ ചെയ്യാം. അതായത് ഇവിടെ എന്താ ചോദിക്കുന്നത്? Complete illustration 5.10 given below by including different defense mechanisms in plants. പ്ലാന്റ്സിൽ കാണുന്നതാണ്. പ്ലാന്റ്സിൽ ക്യൂട്ടിക്കിളും വാക്സ് കവറിങ്ങും കാണപ്പെടുന്നുണ്ട്. അതെന്തിനാണ് സഹായിക്കുന്നത്? ലീവ്സിലൂടെയുള്ള ഈ പാത്തോജൻസിന്റെ എൻട്രിയെ തടയുന്നതാണ്. ഇനി സെൽ വാൾ എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കവറിംഗ് ആണ് അല്ലെ. അതായത് പ്ലാന്റ് സെല്ലുകളിൽ സെൽ മെംബ്രെയിന് പുറമെ സെൽ വാൾ കൂടി കാണുന്നുണ്ട്. അതൊരു വെൽ എക്വിപ്ഡ് റെസിസ്റ്റന്റ് കോട്ടാണ്. ഈ പാത്തോജൻസിനെ ഒന്നും ഈ സെല്ലിനകത്തേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഈ സെൽ വാൾ ആണ്. ദെൻ അതുപോലെ തന്നെ ബാർക്കും ഇതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ സെല്ലുകളിലേക്ക് പാത്തോജൻസ് കടക്കാതെ തടഞ്ഞു നിർത്തുന്ന ഭാഗമാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലെറ്റസ് അസസ് എന്ന പാർട്ടിൽ വരുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നോക്കാം. Which among the following is not included in non-specific body defense? Non-specific body defenseൽ വരാത്തതാണ് ഇവിടെ എഴുതേണ്ടത്. Production of sebum, action of hydrolytic acid in the stomach, action of B lymphocytes, action of lysosome in saliva. അപ്പോൾ ഇതില് സെബം, അതുപോലെ തന്നെ സ്റ്റൊമക്കിലെ HCl, അതുപോലെ തന്നെ സലൈവയിലെ ലൈസോസോം, ഇതൊക്കെ നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലെ. അതായത് ഏതൊരു പാത്തോജൻ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇവയൊക്കെ അതിനെതിരെ പ്രതികരിക്കും അല്ലെ, അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് പറയുന്നത്. എന്നാൽ ബി ലിംഫോസൈറ്റുകൾ എങ്ങനെയാണോ? അല്ല, അവ സ്പെസിഫിക് ആയിട്ടാണ് അല്ലെ. ഏത് പാത്തോജനാണ് എന്ന് അറിഞ്ഞിട്ടാണ് അവ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി ആണ് ഉത്തരം. അടുത്തത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് സെൽസ് ഇൻ ദി ഡിഫൻസ് മെക്കാനിസം ഓഫ് ദി ബോഡി.
ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ ബ്ലഡ് സെല്ലുകളുടെ റോളാണ് ചോദിക്കുന്നത്. നമുക്കറിയാം WBCs ആണ്, അതായത് വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ആവുന്നത് അല്ലെ. അതിൽ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിളിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതിയാൽ മതിയാവും. Third question നോക്കൂ. What is the basis of grouping blood into different types? Everybody cannot receive blood of all blood groups. Why? അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ് ബ്ലഡിനെ ഡിഫറെന്റ് ടൈപ്പുകളാക്കി അല്ലെങ്കിൽ ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുന്നത് എന്നാണ്. എന്തിന്റെ ബേസിസിലാണ്? ആന്റിജൻ എയുടെയും ആന്റിജൻ ബിയുടെയും പ്രസൻസ് ഓർ ആബ്സെൻസ് നോക്കിയിട്ടാണ് അല്ലെ. ഇനി എവറിബഡി കാനോട്ട് റിസീവ് ബ്ലഡ് ഓഫ് ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ്. വൈ? നമുക്കറിയാം എല്ലാവർക്കും എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. മാച്ച് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ ബ്ലഡിലെ ആന്റിജൻസ് പ്രസന്റ് ആണ് അല്ലെ. അപ്പോൾ അൺമാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തിയുടെ ബ്ലഡിലെ ആന്റിജൻസ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ആന്റിബോഡീസ് അതിനെതിരെ പ്രവർത്തിക്കുകയും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അൺമാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ഇന്ന് സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നോക്കി കഴിഞ്ഞു അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ബയോ അബോർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്